السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹസ്സലാക്കണല്ലോ. അവർ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണല്ലോ. അവർ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണല്ലോ. അവർ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് സ്വലാത്തുകളെ പറ്റിയാണ്. രണ്ട് സ്വലാത്ത്, ഈ രണ്ട് സ്വലാത്തും അത്ഭുതകരമായിട്ടുള്ള സ്വലാത്താണ്. ധാരാളം സ്വലാത്തുകളുണ്ട് അല്ലേ, ധാരാളം സ്വലാത്തുകളുണ്ട്. ഇന്നലെ നമ്മൾ രണ്ട് സ്വലാത്തിനെ പറ്റി പരിചയപ്പെടുത്തിയിരുന്നു. നാരിയത്തു സ്വലാത്തും മറ്റൊരു സ്വലാത്തിനെയും പറ്റി നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. നമ്മളിലേക്ക് കടന്നു വരുന്നത് സ്വലാത്തുകളുടെ കാലമാണ് മുഅ്മിനീങ്ങളെ. ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലാൻ നേർച്ച വെച്ചവർ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഞമ്മുമായി സമീപിക്കുന്നവര് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നേർച്ച വെച്ചവര് റബീഉൽ അവ്വൽ പൂർത്തീകരിക്കുമ്പോഴേക്കും, റബീഉൽ അവ്വൽ മാസം കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഇന്നാലിന് ലക്ഷം സ്വലാത്ത് നേർച്ചയാക്കി. 1,00,000 സ്വലാത്ത് നേർച്ചയാക്കിയവര്, 2,00,000 സ്വലാത്ത് നേർച്ചയാക്കിയവര്, 3,00,000 സ്വലാത്ത് വരെ നേർച്ചയാക്കിയവര്. റഹ്മാനുർ റഹീമീനായ തമ്പുരാനെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട റൗളാ ഷരീഫിലേക്ക് നീ എത്തിക്കണല്ലോ, നീ എത്തിക്കണല്ലോ. ഇന്നു മുതൽ അല്ല, ഇനി മുതൽ സ്വലാത്തുകൾ ഇങ്ങനെ ലഗേജായിട്ട് റൗളാ ഷരീഫിലേക്ക് ഇങ്ങനെ പോകുന്ന സമയമാണ് അല്ലേ? ആണ്. ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളാ ഷരീഫിലേക്ക് സ്വലാത്തുകൾ ഇങ്ങനെ പോവുകയാണ്, സ്വലാത്തുകൾ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നമ്മളെ സയ്യിദിയ മജ്ലിസിൽ നിന്നും സ്വലാത്തുകൾ പോകണം, സ്വലാത്തുകൾ പോകണം ഇൻഷാ അല്ലാഹ്. ഇന്നൊരു കാര്യം നമ്മൾ മജ്ലിസിൽ അറിയിക്കുകയാണ്. ഇന്ന് സഫർ 28 ശനിയാഴ്ചയാണ് അല്ലേ? ഇന്ന് 28 ഞായറാഴ്ച, അതായത് നാളെ മാസപ്പിറവി കാണുകയാണെങ്കിൽ റബീഇന്റെ ആദ്യ രാവായിരിക്കും നാളത്തെ രാവ് അല്ലേ? ഞായറാഴ്ച, അതായത് തിങ്കളാഴ്ച രാവ്. എന്ത് മനോഹരമാണ് ആ സമയം അല്ലേ? തിങ്കളാഴ്ച രാവുമാണ്, റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യ രാവുമാണ്. അന്ന് തൊട്ട് തുടങ്ങാം, ഇന്ന് തൊട്ട് തുടങ്ങി. എത്രയോ മുമ്പ് സഫർ പിറക്കുന്നത് ആ സമയം മുതൽ തുടങ്ങിയ ആളുകളുണ്ട് സ്വലാത്തുകൾ. റബീഉൽ അവ്വൽ അവസാനിക്കുന്നത് വരെ ചൊല്ലാൻ നിയത്ത് ചെയ്തവര്, നേർച്ച വെച്ചവര് അല്ലാഹു എല്ലാം സ്വീകരിക്കണം അല്ലാഹ്. ഇന്നൊരു പ്രഖ്യാപനം ഈ സയ്യിദിയ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നടത്തുകയാണ്. എല്ലാവരും അതിലൊരു ഭാഗവാക്താവുക. തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഗിഫ്റ്റ്, ഒരു സമ്മാനമുണ്ട്. ഒരു ചലഞ്ച് നമ്മൾ നടത്തുകയാണ്. ഒരു ചലഞ്ച്, എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഇനി കേൾക്കാത്ത ആളുകൾ നിങ്ങളെ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതാ സയ്യിദിയ മജ്ലിസിൽ വലിയ ചലഞ്ച് നടക്കുകയാണ്, സ്വലാത്തിന്റെ ചലഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വലാത്തുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മദീനയിലേക്ക് സ്വലാത്തുകൾ ഇങ്ങനെ ലഗേജായിട്ട് വന്നെത്തുകയാണ്. മുഅ്മിനീങ്ങളെ, സ്വലാത്തുകൾ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് സ്വലാത്തുകൾ
മദീനയിലേക്ക് എത്തുകയാണ്. അതിൽ ഈ സയ്യിദിയ മജ്ലിസിൽ നിന്നും ഒരു കൂട്ടം സ്വലാത്ത് അവിടെ എത്തണം. 1 ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ അവിടെ എത്തണം. നിങ്ങളതിന് കഠിനാധ്വാനം, നിങ്ങൾ പ്രയത്നിക്കണം. ചൊല്ലണം സ്വലാത്ത്, ചൊല്ലണം. നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത്, ഒരു സ്വലാത്ത് എന്ന് പറയുന്നില്ല. അങ്ങനെ ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാലോ, അവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ, ഇങ്ങനെ അടിയിൽ പോകുന്ന നമ്പർ. ആ നമ്പറിലേക്ക് ഇൻഷാ അല്ലാഹ് ബുക്കിംഗ് നമ്പറിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു നമ്പറിലേക്കോ നിങ്ങൾക്ക് അയക്കാം. ഏത് നമ്പറിലേക്കോ അയക്കാം. നിങ്ങൾ ഇൻഷാ അല്ലാഹ് തങ്ങളെ ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അതായത് റബീഉൽ അവ്വൽ അവസാനിക്കുമ്പോൾ, റബീഉൽ അവ്വൽ 28-നാണ് നമ്മൾ ഇത് പ്രഖ്യാപിക്കുന്നത്, നറുക്കെടുത്ത് വിജയെ പ്രഖ്യാപിക്കുന്നത്. എത്ര ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കണക്ക് കൂട്ടി 28-ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രഖ്യാപിക്കും. അതിൽ ഒരാൾ നിങ്ങളായിരിക്കണം ഇൻഷാ അല്ലാഹ്. അതിന് തൗഫീഖ് നൽകട്ടെ, അതിന് അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ. ആ സമ്മാനം മാത്രമല്ല, ആ സമ്മാനം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലണ്ട. അല്ലാഹുവിന്റെ തൃപ്തി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈവരിക്കണം നമുക്ക്. അതിനും കൂടി നമ്മൾ വിജയായിട്ടില്ല, ആ നറക്കിൽ എൻ്റെ പേരില്ല. അതുകൊണ്ട് ആരും നിരാശപ്പെടണ്ട. കാരണം ഈ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ചൊല്ലി നോക്കാം, ഞാൻ ചൊല്ലാം. മറ്റുള്ള ഏതെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ നേർച്ച വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി, അവിടെ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഇവിടെ അല്ല, ഇതിലേക്ക് സയ്യിദിയ മജ്ലിസിലേക്ക് ഒരു നേർച്ചയായിട്ട് ചൊല്ല. ആര് ചൊല്ലിയാലും നമ്മുടെ ടാർഗറ്റ് 1,00,000 സ്വലാത്ത്. ടാർഗറ്റ് 1,00,000, കൂടുതലൊന്നുമില്ല. 1,00,000 സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചാ മതി. അല്ലെങ്കിൽ 1,01,000 2,000 3,000 അതൊന്നും കുഴപ്പമില്ല. 1,00,000 തികക്കണമെന്ന് മാത്രം ഒരു ചലഞ്ച് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് 2 സ്വലാത്തുകളാണ് നമുക്കിന്ന് പരിചയപ്പെടുത്താനുള്ളത്. 2 സ്വലാത്തുകൾ നമുക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. അതിന്റെ കാര്യങ്ങളൊക്കെ, അതിന്റെ റൂൾസൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന മജ്ലിസുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി സ്വലാത്തിന്റെ കാലമാണ്. എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുക. സ്വലാത്ത് ചലഞ്ച്, സയ്യിദിയ മജ്ലിസിലെ സ്വലാത്ത് ചലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങൾക്ക് കഴിയുന്ന സ്വലാത്തുകൾ ചൊല്ലി പങ്കെടുത്തു 1,00,000 എത്തും, തീർച്ചയായിട്ടും എത്തും. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിന് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നല്ലൊരു സമ്മാനങ്ങൾക്ക് ഉണ്ടാവട്ടെ, കനം കുറയാത്ത നല്ലൊരു സമ്മാനം ഉണ്ടാവും. അതിൽ വിജയിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് മുഅ്മിനീങ്ങളെ 2 സ്വലാത്തുകൾ, അത്ഭുതകരമായിട്ടുള്ള 2 സ്വലാത്തുകൾ നമുക്ക് പഠിച്ചാലോ. ഇനി ധാരാളം സ്വലാത്തുകൾ വരുന്ന മജ്ലിസുകളിലൂടെ ധാരാളം സ്വലാത്തുകൾ നമുക്ക് പഠിക്കണം. ഇന്നലെ 2 സ്വലാത്ത് പഠിച്ച് അല്ലേ? അങ്ങനെ അതിന്റെ നേട്ടം നമ്മൾ പറഞ്ഞ സമയത്ത് കമന്റ് സെക്ഷനിലൂടെ ധാരാളം ആളുകളാണ് ചോദിക്കുന്നത്, ഇത്ര കാര്യങ്ങൾ കിട്ടോ? കളിയാക്കി ചോദിക്കുന്നവരുണ്ടാവാം. അത് നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവരെന്താണ്? പുത്തനാശയക്കാരാണ്, അവര് ബിദ്അഇകളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കാത്തവരാണ്, അവര് ധിക്കരിച്ചവരാണ്, ധിക്കാരികളാണ്. ധിക്കാരികൾക്കുള്ള ശിക്ഷ ഞാൻ പറയണ്ടല്ലോ. ധിക്കാരികൾക്കുള്ള ശിക്ഷ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ ധിക്കരിച്ചവരാണ്. അങ്ങനെ യുവാക്കാരെ ഞാനൊക്കെ പതിവ് അങ്ങനെയാണ്. സ്വലാത്തിനെ പറ്റി തർക്കിച്ച് ചോദിക്കുന്നവര്, ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇങ്ങനെ കിട്ടുമോ, ഇത്ര നേട്ടങ്ങൾ കിട്ടുമോ, വെറുതെ പറയണ്ടോ, അങ്ങനൊക്കെ പറഞ്ഞ് ചോദിക്കുന്നവര് നമ്മൾ അങ്ങനെ ആ മൈൻഡിലാണ്ട് തള്ളും. അവർക്കെന്ത് സ്വലാത്തിനെ മുഅ്മിനീങ്ങളെ. ഈ 2 അത്ഭുതകരമായിട്ടുള്ള സ്വലാത്തിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള 2 സ്വലാത്തുകൾ? അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിങ്ങളുടെ ഡേറ്റ്, ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ മജ്ലിസിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രയാസമാണ്, വലിയ വിഷമത്തിലാണ്. ഞങ്ങൾ നേരിട്ട് ഒന്ന് കാണണമായിരുന്നു. എങ്ങോട്ടാണ് വരേണ്ടത്, എന്നാണ് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം തിങ്കളാഴ്ചയാണ്. അത് കഴിഞ്ഞാൽ ശനിയാഴ്ച.
ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും, എല്ലാ വിഷമങ്ങളും, എല്ലാ ഇടങ്ങേറുകളും, എല്ലാ ബലാകളും, എല്ലാ മുസീബത്തുകളും അള്ളാഹു ഞങ്ങൾക്ക് നീ തീർത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ. ജീവിതത്തിൽ ഐക്യം നൽകണേ അല്ലാ. അള്ളാഹുവേ ജീവിതത്തിൽ മനസ്സമാധാനം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും വലിയ കാവൽ നൽകണേ അല്ലാ. സാഹിര്യങ്ങളെ സുഹൃണത്തോട്ട് ഞങ്ങളെ കാക്കണം അല്ലാ. മക്രീങ്ങളെ മക്രണത്തൊട്ട് കാക്കണം അല്ലാ. ഫിത്താനീങ്ങളെ ഫിത്തനയെ തൊട്ട് കാക്കണം അല്ലാ. വാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണം അല്ലാ. ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണം അല്ലാ. സതിയന്മാരെ സതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണം അല്ലാ. നീ കാത്ത് സംരക്ഷിക്കണം അല്ലാ. നീ കാവലേഖണേ തമ്പുരാനെ. ഏതാണ് മുഅ്മിനീങ്ങളെ അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത്? ചെറിയ സ്വലാത്താണ്. ഈ സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലിയാൽ മതി. നമ്മൾ പറഞ്ഞില്ലേ, ചലഞ്ച് പറഞ്ഞില്ലേ, സ്വലാത്തിന്റെ ചലഞ്ച് പറഞ്ഞില്ലേ, അതിൽ നിങ്ങൾക്ക് ഈ സ്വലാത്ത് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. നമ്മൾ കുറച്ച് ഒരു തബറുക്കിന് വേണ്ടി 2 സ്വലാത്തുകൾ 11 പ്രാവശ്യം ചൊല്ലി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവരും ആമീൻ പറയാ. ഇതിനുള്ള മജ്ലിസൊക്കെ ഇൻഷാ അല്ലാഹ് സ്വലാത്തുകളുടെ മജ്ലിസായിരിക്കും കൂടുതലുണ്ടാവുക. സ്വലാത്തുകൾ പരിചയപ്പെടുത്തി ആ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് 5:30 മജ്ലിസിലും ഇങ്ങനെയുള്ള ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഏതാണ് നിങ്ങളുടെ അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത്? സ്വലാത്തുൽ അനസിയ. സ്വലാത്തുൽ അനസിയ നിങ്ങൾ കേൾക്കും വലിയ സ്വലാത്താണെന്ന് വിചാരിക്കണ്ട. ചെറിയ സ്വലാത്താണ്. രണ്ടും ചെറിയ സ്വലാത്താണ്. സാധാരണക്കാർക്ക് ചൊല്ലാൻ പറ്റിയ ചെറിയ സ്വലാത്താണ് സ്വലാത്തുൽ അനസിയ. ചെറിയ സ്വലാത്താണ്. ഈ സ്വലാത്ത് ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ ആരെങ്കിലും നിന്നിട്ടാണ് ഈ സ്വലാത്ത് ചെല്ലുന്നതെങ്കിൽ അവൻ ഇരിക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ സകലമാന പാപങ്ങളും അല്ലാഹു പൊറുക്കപ്പെടും. ഒരാൾ നിന്നുകൊണ്ടാണ് ഈ സ്വലാത്ത് ചെല്ലുന്നത്, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി അവൻ ഇരിക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടും. ആലോചിച്ചോക്കിങ്ങൾ എല്ലാ സകലമാന പാപങ്ങളും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കപ്പെടും. പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന സ്വലാത്ത് എല്ലാ വൈകാന കായിമൻ ആരെങ്കിലും ഇരുന്നു കൊണ്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ അവൻ നിൽക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ സകലമാന പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടും. ആരെങ്കിലും ഇരുന്ന് ചൊല്ലുകയാണെങ്കിൽ അവൻ നിൽക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടും. ഈ ചെറിയ സ്വലാത്ത് ചൊല്ലിയാൽ എല്ലാം നിന്നുകൊണ്ടാണ് ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി ഒറ്റ പ്രാവശ്യം ചൊല്ലുന്നതെങ്കിൽ അവൻ ഇരിക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ പാപങ്ങൾ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കപ്പെടുമെന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് സ്വഹാബത്തുൽ കിറാം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയണം. മുഅ്മിനീങ്ങളെ അത്രയും പവറുള്ള സ്വലാത്താണ്. അതുമാത്രമല്ല, സ്വലാത്തിന്റെ പവർ നമ്മളെ പ്രയാസങ്ങൾ മാറും, നമ്മളെ ഇടങ്ങേറുകൾ തീരും, വിഷമങ്ങൾ, എല്ലാ ബുദ്ധിമുട്ടുകൾ, ബലാകൾ, വീടുണ്ടാവാൻ, മക്കളുണ്ടാവാൻ, എല്ലാ ഹൈറുകളും നമുക്ക് ലഭിക്കാൻ ഈ സ്വലാത്ത് മതി. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് അറിയണ്ടേ? ഏതാണ് സ്വലാത്ത് നിങ്ങൾ അറിയണ്ടേ? നമുക്കൊരു 11 പ്രാവശ്യം എൻ്റെ കൂടെ ചൊല്ല. ആ സ്വലാത്തിനെ പറയാം. സ്വലാത്തിനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു 11 പ്രാവശ്യം ഒരു തബറുക്കിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങി വെക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ആ റൗളാ ഷരീഫിലേക്ക് നമ്മൾ വിടുകയാണ്, ഹദിയ വിടുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. 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 അല്ലാഹുമ്മ
صل على سيدنا محمد وعلى آله وسلم اللهم 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 صل على سيدنا محمد وعلى آله وسلم സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ എല്ലാവരും തയ്യാറാവുക. പ്രയാസമുണ്ടോ ചൊല്ലാൻ, ബുദ്ധിമുട്ടുണ്ടോ ചൊല്ലാൻ? എല്ലാ നന്മകളും എല്ലാ ഹൈറാത്തുകളും നിങ്ങൾക്ക് അടുത്ത് കിട്ടും ഇൻഷാ അല്ലാഹ്. 1,00,000 സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് ചൊല്ലാനാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്വലാത്ത് ചൊല്ലാം. എല്ലാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറിയ സ്വലാത്താണ് നിങ്ങൾ ചൊല്ലാൻ തീരുമാനിക്കുന്നതെങ്കിൽ, സാദാ സ്വലാത്താണ് ചൊല്ലാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചൊല്ലാം. ഈ ഒരു സ്വലാത്ത് കുഞ്ഞൻ സ്വലാത്തിന്റെ പേരെന്താണ്? സ്വലാത്തുൽ അനസിയ. ഈ ഒരു സ്വലാത്താണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ നിങ്ങളെ സകലമാന പാപങ്ങൾ അല്ലാഹു പൊറുക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും. നിങ്ങൾ വീടാണ് ആഗ്രഹിക്കുന്നതിൽ ഈ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നിയ്യത്ത് വെച്ച് ഈ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് വീടെന്ന സ്വപ്നം നടന്നു കിട്ടും. മക്കളില്ല, തങ്ങളെ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, മക്കൾ വേണോ, സന്താനഭാഗ്യം ഉണ്ടാവണോ, ഈ സ്വലാത്ത് ചൊല്ലിക്കോ. കടമാണ്, തങ്ങളെ പ്രയാസത്തിലാണ്, സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്ത് കൊണ്ട് നേടാത്തതായിട്ടൊന്നുമില്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞ മജ്‌ലിസിൽ പറഞ്ഞതുപോലെ എല്ലാ നന്മകളും നിങ്ങൾക്ക് സ്വലാത്ത് കൊണ്ടുണ്ടാകും. സ്വലാത്തിന്റെ കാലമാണ് നമ്മളിലേക്ക് വരുന്നത്. സ്വലാത്തിന്റെ മാസമാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് ഉണ്ടെങ്കിൽ ശനിയാഴ്ച, ഞായറാഴ്ച അസ്തമിച്ച് തിങ്കളാഴ്ച അൽഹംദുലില്ലാ മാസപ്പിറവി കാണുകയാണെങ്കിൽ ഒന്നാണ് റബീഉൽ അവ്വൽ, ഒന്നാണ്. ഞാൻ കഴിഞ്ഞ മജ്‌ലിസിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആശിഖ് റസൂലിനെ സംബന്ധിച്ചിടത്തോളം, ഹബീബായ തങ്ങളെ വലിയതായി ഇഷ്ടം വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ആനന്ദത്തിന്റെ കുളിർമയുടെ മാസങ്ങളും ദിവസങ്ങളുമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. രണ്ടാമത്തെ സ്വലാത്ത് നമുക്ക് പരിചയപ്പെടേണ്ട, എല്ലാവർക്കും അറിയുന്നതാണ്. സഹോദരിമാരൊക്കെ ധാരാളമായി ചൊല്ലുന്ന സ്വലാത്താണ് അല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരളിന്റെ കഷ്ണമായ പുന്നാരമകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ധാരാളമായി ചൊല്ലിയ സ്വലാത്ത്, ജീവിതത്തിൽ ചേർത്ത് വെച്ച സ്വലാത്ത്. ഏതാണ് ആ സ്വലാത്ത്? സ്വലാത്തുൽ ഫാത്തിമിയ്യ. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ചെറിയ സ്വലാത്താണ്. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ചെറിയ സ്വലാത്താണ്. എല്ലാം ചെറിയ സ്വലാത്താണെങ്കിൽ കൂടി വലിയ പവറുള്ള സ്വലാത്താണ്. ധാരാളം അഹിമ്മത്തുകൾ, ധാരാളം പണ്ഡിതന്മാർ ഈ സ്വലാത്തിനെ പറ്റി മഹത്വങ്ങൾ പല കിതാബുകൾ നമുക്ക് പരതിയാൽ കാണാം. പല കിതാബുകൾ പരതിയാൽ ഈ സ്വലാത്തിന്റെ മഹത്വങ്ങൾ കാണാം. ഇൻഷാ അല്ലാഹ് കുറച്ച് മഹത്വങ്ങൾ, ചെറിയ മഹത്വങ്ങൾ, കുറച്ച് മഹത്വങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം നമുക്ക് ചൊല്ലണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ധാരാളം സഹോദരിമാര് തെരഞ്ഞെടുത്ത സ്വലാത്ത് ഈ സ്വലാത്തായിരിക്കാം. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. ചെറിയ സ്വലാത്താണ്. ലക്ഷങ്ങൾ നമുക്ക് ഈ സ്വലാത്ത് നമുക്ക് തീർക്കാൻ കഴിയും. കാരണം എന്താ? ചെറിയ കുഞ്ഞൻ സ്വലാത്താണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരെ കിതാബുകളിൽ സ്വലാത്തുൽ ഫാത്തിമിയുടെ മഹത്വം പറഞ്ഞെടുത്ത് പറയുന്നതായി കാണാം. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. സ്വലാത്തുൽ ഫാത്തിമി ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ, ഒരു ദിവസം 1000 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. പിന്നെയോ ടെൻഷൻ മാറും. വലിയ പ്രയാസ പ്രതിസന്ധികളിൽ നിന്ന് വലിയ കാവലാണ് ഈ സ്വലാത്തുൽ ഫാത്തിമിയ എന്ന് മഹത്തുക്കൾ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം. ഇരുള അറകളിൽ നിന്ന്, അതായത് നമ്മൾ പറയാറുണ്ട്, എനിക്കൊന്നുമില്ല, എനിക്കിനി ജീവിതം മടുത്തുപോയി, എനിക്ക് ജീവിക്കാൻ ഇനി കഴിയൂല, അത്രയും വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് ഞാൻ ഇരുളറയിലാണ്, ഇരുട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്കൊന്നും കാണാൻ വയ്യ. അത്രയും പ്രതിസന്ധികളുടെ കുണ്ടിലകപ്പെട്ടാലും, അത്രയും പ്രതിസന്ധികളുടെ താഴ്ചയിലേക്ക് നീ അകന്നുപോയാലും എനിക്ക് വെളിച്ചമായിട്ട് സ്വലാത്തുൽ ഫാത്തിമ
ഫാത്തിമിയ വരുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയായി കാണാം. എൻ്റെ മുഅ്മിനീങ്ങൾ, അത്രയും വലിയ പവറാണ് സ്വലാത്തുൽ ഫാത്തിമിയക്ക്. അതല്ലേ മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എപ്പോഴും ചൊല്ലാൻ തുടങ്ങിയത്. ഏത് സമയത്തും മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ നാവുകളിൽ നിന്ന് ചുണ്ടുകളിൽ നിന്ന് വന്ന സ്വലാത്തായിരുന്നു സ്വലാത്തുൽ ഫാത്തിമിയ. അതുകൊണ്ട് എൻ്റെ മഹദിമാരെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ ഉമ്മമാരെ, എൻ്റെ പെങ്ങൾമാരെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ കടക്കണോ? നിങ്ങൾക്ക് സ്വർഗം വേണോ? മഹദിയുടെ കൂടെ നിങ്ങൾക്ക് സ്വർഗം വേണോ? ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ, ജീവിതത്തോട് ചേർത്ത് വെച്ചോ സ്വലാത്തുൽ ഫാത്തിമിയ. ഇനിയുമുണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, മഹത്വങ്ങൾ ഇനിയുമുണ്ട്. ഒരു വീട് നിങ്ങൾക്കൊരു സ്വപ്നമായി നിങ്ങൾക്ക് ബാക്കി നിൽക്കുകയാണെങ്കിൽ ചൊല്ലിക്കോ സ്വലാത്തുൽ ഫാത്തിമിയ. നേർച്ച വെച്ച് ചൊല്ലിയാൽ വലിയ ഫലം കാണുന്ന സ്വലാത്ത് കൂടിയാണ്. മഹാന്മാർ പറയാണ്, ഈ സ്വലാത്ത് ആരെങ്കിലും നേർച്ച വെച്ച് ചൊല്ലിയാൽ വലിയ ഫലം കാണും. എനിക്കൊരു വീട് വേണം എന്നൊരു നേർച്ചയിൽ 1,00,000 സ്വലാത്ത് അവൻ ചൊല്ലി ചൊല്ലാൻ നേർച്ച വെച്ച്, അല്ലെങ്കിൽ അവൾ ചൊല്ലാൻ നേർച്ച വെച്ചാൽ നേർച്ചക്ക് വലിയ ഫലം കാണുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ. എല്ലാം ഒരു കുഞ്ഞിക്കാല് കാണാൻ, സന്താനഭാഗ്യം ഉണ്ടാവാൻ ഒരാൾ നേർച്ച വെച്ച് സ്വലാത്തുൽ ഫാത്തിമിയ ചൊല്ലാൻ ഇൻഷാ അല്ലാഹ് ഫലം കാണുക തന്നെ ചെയ്യും. എൻ്റെ ഇന്നാലിന്റെ കടങ്ങൾ വീടാൻ ഞാൻ നേർച്ച വെച്ച് ചൊല്ലാൻ തയ്യാറാണ്. ഇൻഷാ അല്ലാഹ് കടം വീടും എൻ്റെ മുഅ്മിനീങ്ങളെ. ഇതൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ആരും ഒഴിവാക്കണ്ട. ഇതിനെ നിഷേധിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ പുത്തനാശയക്കാരാണ്, അവരൊക്കെ ബിദ്അകളാണ്, അവർ പേച്ചുപോയവരാണ്. അങ്ങനെ നമുക്ക് പേച്ചവരെന്ന രീതിയിൽ അവർ നമുക്ക് കാണാം. ധാരാളം ആളുകളാണ് സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ട ധാരാളം ആളുകളുണ്ട്, വിജയം നേടിയ ധാരാളം ആളുകളുണ്ട്, വിജയം കൈവരിച്ച ധാരാളം ആളുകളുണ്ട്. നമ്മൾ ഓരോരോ അനുഭവങ്ങൾ പറയുമ്പോൾ ഹക്കല്ലാത്തൊരു കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. മുഅ്മിനീങ്ങളെ, ഒരു മജ്‌ലിസിലോ ഒരു കാര്യത്തിലോ ഹക്കല്ലാത്ത സത്യമല്ലാത്ത കാര്യം പറഞ്ഞിട്ട് എന്ത് നേട്ടമാണ് എനിക്കുള്ളത്? കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണുള്ളത്? നേട്ടമുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞു, എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞെന്ന് വെച്ച് ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഞാനൊരു സ്വലാത്ത് കൊടുത്ത് അദ്ദേഹം സ്വലാത്ത് ചൊല്ലി ഇന്നാലിന് നേട്ടം അവർക്ക് ഉണ്ടായി എന്ന് നമ്മൾ അനുഭവങ്ങൾ പറയുന്ന സമയത്ത് അത് വായിലൂടെ ഇറക്കാൻ ചില ആളുകൾക്ക് അത് ദഹിക്കാൻ കുറച്ച് പണി ഉണ്ടാവും. ഇങ്ങനത്തെ ആളുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് അത് ദഹിക്കാൻ കുറച്ച് പണി ഉണ്ടാവും. സ്വലാത്ത് ചൊല്ലി അങ്ങനെ കിട്ടുമോ? സ്വലാത്ത് ചൊല്ലി ഇപ്പൊ തങ്ങൾ പറഞ്ഞ പോലുള്ളത് കിട്ടുമോ? ഇബ്ലീസിന്റെ ഒരു ഫിത്തനയാണത്, വേറൊന്നുമില്ല. ശൈത്താന്റെ ഫിത്തനയാണ്, വേറൊന്നുമില്ല. അതിലൂടെ നമ്മൾ അതിന് പിന്തിരിയും. അതൊക്കെ വെറുതെ പറയണാണ്, മൂപ്പര് വെറുതെ പറയണം. പിന്തിരിയും പിന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലൂല. അത് ശൈത്താന്റെ ഫിത്തനയാണ്. ഇന്നാലിന് അനുഭവങ്ങൾ നമ്മൾ പറയുന്ന ഓരോരോ മജ്‌ലിസിൽ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ സ്വലാത്തുകളൊന്നും ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ട് എനിക്ക് അനുഭവങ്ങൾ അവരെന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, ധാരാളം അനുഭവങ്ങൾ ഈ സ്വലാത്ത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. കാരണം എന്താ? എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞു നാരിയത്തു സ്വലാത്തിന്റെ മഹത്വം, അത്രയും പവറാണ് ആ സ്വലാത്ത്. അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഹക്കായ രീതിയിൽ അല്ലാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ രണ്ട് സ്വലാത്തുകൾ ഇൻഷാ അല്ലാഹ് ഫാത്തിമിയ സ്വലാത്ത് കുറച്ച് ചൊല്ലി നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആത്മാർത്ഥമായി ചൊല്ലിക്കോ. ഹബീബായ തങ്ങളെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്വലാത്താണ്. എല്ലാവരും ഒന്ന് കണ്ണടക്ക് ഇൻഷാ അല്ലാഹ്. ഈ ഒരു സ്വലാത്ത് ലക്ഷക്കണക്കിന് ചൊല്ലാൻ നേർച്ച വെച്ചവരുണ്ട്. റബീഉൽ അവ്വൽ പിരിയുമ്പോഴേക്കും, റബീഉൽ അവ്വൽ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ എനിക്ക് അയക്കേണ്ടത് 28-ാം തീയതിയാണ് കേട്ടോ വാട്സപ്പിലേക്ക്. ആ വിജയ
വിജയി നമ്മൾ പ്രഖ്യാപിക്കും, വിജയെ പ്രഖ്യാപിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിലിപ്പം ക്യാഷ് പ്രൈസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാന ഗിഫ്റ്റുകളാവാം. അതൊരു സർപ്രൈസ് ആണ്. അത് ഇൻഷാ അല്ലാഹ് പറയൂല. എല്ലാവരും പങ്കെടുക്കുക. ഇന്ന് കുറച്ച് ആളുകളാണ് ഈ മജ്ലിസ് കാണുന്നതെങ്കിൽ, നമ്മളുള്ള മജ്ലിസിൽ 6:30 മജ്ലിസിലൊക്കെ നമ്മൾ ഉണർത്തും ഇൻഷാ അല്ലാഹ്. ഇത് കാണുന്നതെങ്കിൽ ഇനിയുള്ള എല്ലാ മജ്ലിസിലും നമ്മൾ ഉണർത്തും. ഇത് നമ്മൾ ഇന്നിവിടെ പ്രഖ്യാപിച്ചാൽ മാത്രം. ഇതിന്റെ ഉദ്ഘാടനം നമ്മൾ ഈ സ്വലാത്തുൽ ഫാത്തിമിയ കൊണ്ടും സ്വലാത്തുൽ അനസിയ കൊണ്ടും ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം കഴിച്ചെന്ന് മാത്രം. ഇന്നലത്തെ മജ്ലിസിൽ നമ്മൾ ഉണർത്തേണ്ടതായിരുന്നു ഈ ഒരു ചലഞ്ചിനെ പറ്റി, സ്വലാത്ത് ചലഞ്ചിനെ പറ്റി, സയ്യിദിയ മജ്ലിസിലെ സ്വലാത്ത് ചലഞ്ചിനെ പറ്റി ഇന്നലെ നമ്മൾ ഉണർത്തേണ്ടതായിരുന്നു. ഇന്നലെ വിട്ടുപോയതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് സ്വലാത്തുൽ ഫാത്തിമിയ കൊണ്ടും സ്വലാത്തുൽ അനസിയ കൊണ്ടും ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ഘാടനം കഴിക്കുകയാണ്. എല്ലാവരും സ്വലാത്തുൽ ഫാത്തിമിയ 11 പ്രാവശ്യം എൻ്റെ കൂടെ ആത്മാർത്ഥമായി ചൊല്ല്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഹ്ലി, 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഹ്ലി. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ചെറിയൊരു ദുആ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا الله يا الله يا الله يا الله يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله يا ذا الجلال والإكرام يا الله يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണം അല്ലാഹ്. അടിമകളായ ഞങ്ങളെ യജമാനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ല അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ല അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലാഹ് അവരെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്, അവരെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്, അവരെ ഇടങ്ങേറുകൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണം അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണം അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണം അല്ലാഹ്, ഈ പാപികളെ ചേർക്കണം അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. ഞങ്ങൾ ഇന്നാലിന്റെ അമല് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ ഇന്നാലിന്റെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം ചോദിച്ചു വാങ്ങാൻ ഞങ്ങൾക്ക് അമലുകളൊന്നുമില്ല അല്ലാഹ്. അല്ലാഹു നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹറാമാക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ ഹറാമാക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്ക് അല്ലാഹ് ഇരു ലോകത്തും വിജയം കൊടുക്കണം അല്ലാഹ്, വിജയം കൊടുക്കണം അല്ലാഹ്. വിജയികളിൽ
ചേർക്കണേ തമ്പുരാനെ. ധാരാളം മുറാദുകൾ മനസ്സിലുള്ളവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ ഹാസിലാക്കണല്ലോ, നീ ഹാസിലാക്കണല്ലോ. മാരകമായ രോഗം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലോ അല്ലാ. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. നിത്യരോഗികളാക്കി ഞങ്ങളെ നീ മാറ്റല്ലോ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട രോഗികളാക്കി ഞങ്ങളെ നീ മാറ്റല്ലോ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കള് പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലോ അല്ലാ, ഞങ്ങളെ കെടുത്തല്ലോ അല്ലാ. കാരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ ചേർക്കണല്ലോ, മുത്തഖീങ്ങൾ ഞങ്ങളെ ചേർക്കണല്ലോ. മരിക്കുന്നതിന് മുമ്പ് റൗളയൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണല്ലോ. റഹ്മുർ-റഹീമീനായ തമ്പുരാനെ, ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷ പാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണറയെ കഅബ കണ്ട് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണല്ലോ, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണല്ലോ. ഞങ്ങളെ നേതാവിന്റെ ചാരത്തേക്കൊന്ന് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണല്ലോ. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണല്ലോ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണല്ലോ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ്, ഞങ്ങളെ ഈ മകളടയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണല്ലോ, നീ തൗഫീഖ് നൽകണല്ലോ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഒരു ഉമ്മ പെറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിന് നീ മാറ്റല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ നീ കാത്തോളണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ വിജയം നൽകണല്ലോ. പരാജിതരിൽ ഞങ്ങളെ നീ ചേർക്കല്ലോ അല്ലാ, പരാജിതരിൽ ഞങ്ങളെ നീ ചേർക്കല്ലോ അല്ലാ. ഞങ്ങളിലേക്ക് വരുന്ന മാസം റബീഉൽ അവ്വൽ മാസമാണ് അല്ലാ, ഞങ്ങളെ മുത്തിന്റെ മാസമാണ് അല്ലാ. ഈ ലോകം തന്നെ പടക്കാൻ കാരണദൂതരായ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ, ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ, ഈ സ്വലാത്തിന്റെ ചലഞ്ചിൽ പങ്കെടുക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണല്ലോ, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി മരിക്കുന്നതിന് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാവിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണല്ലോ, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം. സുബ്ഹാന റബ്ബിക സലാം സലാം. ഒരു കാര്യം ഉണർത്താനുള്ളത്, 5:30 സയ്യിദിയ മജ്ലിസ് ദിക്ർ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസ് ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കാം, എല്ലാവരും പങ്കെടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.